നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ ചാനലിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. മാർച്ച് മാസമായാൽ എല്ലാ മലയാളികളും ഉറ്റുനോക്കുന്നത് 10 കോടിയുടെ ഭാഗ്യം കൊണ്ടുവരുന്ന സമ്മർ ബമ്പർ ലോട്ടറിയാണ്. ജ്യോതിഷപരമായി ഏറെ പ്രത്യേകതകളുള്ള മാസമായ മീനത്തിലാണ് ഇത്തവണ സമ്മാന പ്രഖ്യാപനം. എന്നാൽ പല യൂട്യൂബേഴ്സും കുംഭമാസം എന്നാണ് പറയുന്നത്. ജ്യോതിഷപ്രകാരം സമ്മർ ബമ്പർ അടിക്കാൻ സാധ്യതയുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. അതായത് ഭാഗ്യം നിമിത്തം വലുതായ ധനലാഭം ലഭിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാർ. ഗ്രഹങ്ങളുടെ ഗോചരസ്ഥിതി അടിസ്ഥാനപ്പെടുത്തി ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. മാർച്ച് 28-ാം തീയതി വൈകിട്ട് 2 മണിക്കാണ് സമ്മാന പ്രഖ്യാപനം. പ്രസ്തുത ദിവസത്തിൽ വ്യാഴം മിഥുനം രാശിയിലും ശനി, സൂര്യൻ, ഗുളികൻ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലും നിൽക്കുന്നു. രാഹു, ബുധൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ യോഗം ചെയ്ത് കുംഭം രാശിയിലും ശുക്രൻ മേടം രാശിയിലും കേതു ചിങ്ങത്തിലും ചന്ദ്രൻ കർക്കിടകം രാശിയിലും പൂയം നക്ഷത്രത്തിലും സ്ഥിതി ചെയ്യുന്നു. ഗോചരവശാൽ ധനത്തിന്റെ കാരകനായ വ്യാഴത്തിന്റെ സ്ഥിതിയും സൂര്യന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ സമ്മർ ബമ്പർ 10 കോടി അടിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങളുണ്ട്. ഇവ ഏതെല്ലാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. വളരെ സമയമെടുത്ത് സൂക്ഷ്മമായി ഗ്രഹസ്ഥിതി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ആദ്യത്തേത് അശ്വതി നക്ഷത്രക്കാരാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാൻ പോകുന്നു. സകലവിധ ദോഷങ്ങളും അകന്ന് ഈ നക്ഷത്ര ജാതകർ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ സമയമാകുകയാണ്. മറ്റേത് നക്ഷത്രക്കാരെക്കാളും അനുകൂലസ്ഥിതനായി ശുക്രൻ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് ഇവരുടെ ലോട്ടറി ഭാഗ്യയോഗം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്നു. ഇവർക്ക് ഇതിനാൽ തന്നെ സമ്മർ ബമ്പർ അടിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ചൊവ്വയുടെയും സർപ്പിയുടെയും ലാഭസ്ഥാനമായ 11-ലെ സ്ഥിതി അപ്രതീക്ഷിത ധനഭാഗ്യം ഇവർക്ക് കൊണ്ടുവരുന്നു. മാത്രമല്ല ബിസിനസിന്റെ കാരകനായ ബുധന്റെ ലാഭസ്ഥാനത്തെ സ്ഥിതി അപ്രതീക്ഷിതമായി ബിസിനസ്സിൽ നിന്നോ നിക്ഷേപങ്ങളിൽ നിന്നോ ധനം വന്നു ചേരാനുള്ള യോഗം വർദ്ധിപ്പിക്കുന്നു. ഇവരുടെ ഭാഗ്യ നമ്പർ 7. ഇവർ ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ ഭാഗ്യ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ജനനതീയതി, ജനനസ്ഥലം, ജനനസമയം, AM PM അടക്കം വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ഏത് ഗ്രഹത്തെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്, അതായത് നിങ്ങളുടെ ജാതകത്തിലെ കൃത്യമായ ധനദേവത, ധനലഗ്നം മുതലായ വിവരങ്ങൾ, ജീവിതത്തിലെ സമ്പൂർണ്ണ വിജയത്തിന് ഏത് ദേവതയെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ള കൃത്യമായ വിവരം, അതായത് നിങ്ങളുടെ ജാതകാലുള്ള ഉപാസനാമൂർത്തി എന്നിവയോടൊപ്പം നക്ഷത്രദശ, ജാതകത്തിലെ പ്രബലമായ യോഗങ്ങൾ, കൃത്യമായ നക്ഷത്രം, ലഗ്നം, വിശദമായ വർഗ ചാർട്ട്, ഭാവഫലം, ഗോചരഫലം തുടങ്ങിയുള്ള കൃത്യമായ സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കേണ്ടതായ 67 പേജുള്ള സമ്പൂർണ്ണ ജാതകം വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ആവശ്യമുള്ളവർ ജനനവിവരം വാട്സപ്പ് ചെയ്യുക. ശേഷം ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം പണം അടയ്ക്കുക. രണ്ടാമത്തേത് അത്തം നക്ഷത്രമാണ്. ഇവർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കാൻ വളരെ വലിയ അവസരമാണ് ഇപ്പോഴുള്ളത്. 6-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതിയും ചൊവ്വയുടെ സ്ഥിതിയും നിമിത്തം ഇവർക്ക് പെട്ടെന്ന് ധനം വന്നു ചേരാനുള്ള യോഗമുണ്ട്. അതിനാൽ തന്നെയും സമ്മർ ബമ്പർ ഇവർക്ക് അടിക്കാൻ സാധ്യതകൾ ഏറെയാണ്. അഷ്ടമഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി കൊണ്ട് മാത്രം ഇവരുടെ ധനപരമായ പല പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിഹാരമുണ്ടാകും. ഏറെ കാലമായി ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്ന ഇവർക്ക് ഇനി അതിൽ നിന്നെല്ലാം മാറ്റമുണ്ടാകും. ബമ്പർ ടിക്കറ്റ് നറുക്കെടുക്കുന്ന ദിവസത്തിൽ അത്തം നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. 11-ാം ഭാവം അപ്രതീക്ഷിത ധനലാഭങ്ങളുടെ ഭാവമായതിനാൽ ഇവർക്ക് ബമ്പർ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2.
ഇവർ നിത്യവും ആദിത്യനെ പ്രാർത്ഥിച്ചു വന്നാൽ നക്ഷത്രദോഷങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദിത്യ പ്രീതിക്കുള്ള ആദിത്യ ഹൃദയ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ നിന്നും നോക്കി വായിക്കാനും കേൾക്കാനും കഴിയും. അടുത്തതായി ചോതി നക്ഷത്രക്കാർ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യവും വളരെ ഭംഗിയായി നടക്കും. ജീവിതത്തിലെ ക്ലേശങ്ങളെല്ലാം അവസാനിക്കാൻ പോകുന്നു. സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്താൻ പോകുകയാണ്. പ്രസ്തുത ദിവസത്തിലെ ചന്ദ്രന്റെ 10ലെ സ്ഥിതിയും ഗുളികന്റെ 6ലെ സ്ഥിതിയും നിമിത്തം ഏറെ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരുന്നതിന് ഇടയാകും. ഇതുവരെ നിങ്ങളെ കളിയാക്കിയിരുന്നവർ നിങ്ങളുടെ ഉയർച്ചയിൽ അത്ഭുതപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ധനവർദ്ധനവിന് കാരണമാകും. അതായത് ഭാഗ്യകാരകനായ വ്യാഴം തന്നെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ധനവർദ്ധനവിന് കാരണമാകും. ലക്ഷ്മി സ്ഥാനമായ 5ാം ഭാവത്തിന്റെ അധിപനായ ശനി 6ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നതും ഭാഗ്യവർദ്ധനവിന് ആക്കം കൂട്ടുന്നു. ചോതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 4. ഇവർ നിത്യവും ഉപാസനാമൂർത്തിയായ ഹനുമാനെ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ സകല സൗഭാഗ്യങ്ങളും കൈവരും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഇവർക്ക് പ്രയാസങ്ങൾ ആരോടും പറയാനാകാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞിരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് 7ലെ വ്യാഴത്തിന്റെ സ്ഥിതിയും 3ലെ സൂര്യസ്ഥിതിയും നിമിത്തം ജീവിതത്തിലേറെ ഭാഗ്യ അനുഭവങ്ങളും ഐശ്വര്യങ്ങളും കൈവരും. പൊതുവിൽ ഇവർക്കിത് അനുകൂല സമയമാണ്. ചന്ദ്രൻ 7ൽ നിൽക്കുന്നതിനാൽ തന്നെയും പലതരം നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. അതിനാൽ ലോട്ടറി ഭാഗ്യം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഉത്രാടം ആദ്യ 3/4 ഭാഗത്തിൽ ജനിച്ചവർക്ക് 3ലെ കുജസർപ്പയോഗം സമ്മർ ബമ്പർ ഭാഗ്യം ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉത്രാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1. ഇവർ നിത്യവും ശങ്കരനാരായണനെ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ സകല സൗഭാഗ്യങ്ങളും കൈവരും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാർ. വളരെയധികം ഭാഗ്യസാധ്യതയുള്ള മറ്റൊരു നക്ഷത്രമാണ് പൂരുരുട്ടാതി. എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഇപ്പോൾ ഇവർക്ക് നിലവിലുണ്ടാകും. എന്നാൽ ഈ മാർച്ച് പകുതിക്ക് ശേഷം ഇവർക്ക് നിലവിലെ സ്ഥിതിക്ക് വലിയ മാറ്റം വരും. ശുക്രൻ ധനഭാവത്തിലേക്ക് മാറുന്നതും 6ാം ഭാവത്തിലെ കേതുവിന്റെ സ്ഥിതിയും ഇവർക്ക് സമ്മർ ബമ്പർ അടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. മാർച്ച് അവസാനം മുതൽ ഇവർക്ക് ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കും. പലവിധ നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം. ബമ്പർ ലോട്ടറി എടുക്കുന്ന സമയത്ത് വ്യാഴവും ചന്ദ്രനും ഗജകേസരി യോഗപ്രദരായി നിൽക്കുന്നതിനാൽ തന്നെയും ധനം ഈശ്വരൻ കൈവെള്ളയിൽ വെച്ചു തരുന്ന രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങൾ ഇവർക്കുണ്ടാകും. ഇവരുടെ ഭാഗ്യസംഖ്യ 3. ഇവർ മഹാവിഷ്ണുവിനെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ ദോഷങ്ങൾ അകന്ന് സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് വളരെ ഗുണപ്രദമാണ്. അടുത്തതായി ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർ. ഇവർ കുറെ കാലമായി ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ്. ഇവർക്ക് ഈ സമയത്ത് ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ധനകാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ലോട്ടറി നിമിത്തം ഇവർക്ക് വലുതായ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചിത്തിര തുലാക്കൂറിൽ ജനിച്ചവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്ന അപൂർവ സ്ഥിതിയാണ് നിലവിലുള്ളത്. സൂര്യനും ചന്ദ്രനും ശനിയും വ്യാഴവും ഗുളികനും ഇവർക്ക് അനുകൂലമായി ഇഷ്ടഫലം പ്രദാനം ചെയ്യാൻ നിൽക്കുന്നു. ചിത്തിര നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. നിങ്ങൾ ഉപാസനാമൂർത്തിയായ സുബ്രഹ്മണ്യനെ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും കൈവരും. അടുത്തതായി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ. മീനമാസം ഇവർക്ക് ലോട്ടറി എടുത്താൽ പോലും സൗഭാഗ്യം കടന്നു വരുന്ന സമയമാണ്. ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം തേടി വരും എന്ന രീതിയിലേക്ക് മീനമാസം മാറും. 11ാം ഭാവത്തിലെ സൂര്യശനി യോഗം ഇവർക്കേറെ ധനനേട്ടത്തിന് അവസരമൊരുക്കും. ലോട്ടറി എടുത്താൽ ഒരു ചെറിയ പ്രൈസെങ്കിലും അടിക്കാതെ പോകില്ല ഇവർക്ക്. 2ാം ഭാവത്തിലെ വ്യാഴവും ഇവർക്ക് മറ്റേത് നക്ഷത്രക്കാരെക്കാളും ധനസൗഭാഗ്യം ലഭിക്കാൻ ഇടയാകും. അതിനാൽ തന്നെയും ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളും ദുരിതങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്ന ദിവസങ്ങളാണിവ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സമയം ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 1.
ഇവർ സൂര്യനെ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവർക്ക് നക്ഷത്രദോഷങ്ങൾ അകന്ന് ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. കേതുവിന്റെ നക്ഷത്രമാണ് മൂലം. ഇവർക്ക് ശുക്രൻ ലക്ഷ്മി ഭാവത്തിൽ അനുകൂലസ്ഥിതനായി നിൽക്കുന്നത് തന്നെ രാജയോഗപ്രദമാണ്. അതിനാൽ തന്നെയും ഇവർക്ക് ലോട്ടറി ഭാഗ്യത്തിന് യോഗമുണ്ട്. ധനപരമായ നേട്ടങ്ങൾ കൂടാതെ പെട്ടെന്ന് വന്നു ചേർന്നേക്കാവുന്ന അപ്രതീക്ഷിത ഭാഗ്യം ഇവർക്ക് ഗ്രഹങ്ങളുടെ ചാരവശാൽ പറയാവുന്നതാണ്. പല വഴികളിലൂടെ ഇത് ലഭിക്കാം. 7ാം ഭാവത്തിലെ വ്യാഴവും 3ാം ഭാവത്തിലെ കുജസർപ്പി യോഗവും ഇവരെ മറ്റേത് നക്ഷത്രക്കാരേക്കാൾ സമ്പന്നരാക്കും. അതുകൊണ്ട് തന്നെ 2026 വർഷം ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ ഇടയാകുന്ന വർഷമാണ്. മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 7. ഇവർ ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ വേഗം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാർ. ഇവർക്ക് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണിത്. ലോട്ടറി അടിക്കാൻ വളരെ അനുയോജ്യമായ സമയം കൂടിയാണിത്. ജന്മഭാവത്തിൽ വ്യാഴവും ചന്ദ്രനും അനുകൂലസ്ഥരായി ഗജകേസരി യോഗപ്രദരായി നിൽക്കുന്നത് അത്യധികം സൗഭാഗ്യദായകമാണ്. 3, 4 ഭാവങ്ങളിലെ ശുക്രസ്ഥിതി കൊണ്ട് ഭാഗ്യം നിമിത്തം ധനം വന്നുചേരും. അതിനോടൊപ്പം 3ാം ഭാവത്തിൽ ശനിയും വ്യാഴവും രാജയോഗപ്രദമായി നിൽക്കുന്നത് ഇവർക്ക് ലോട്ടറി നിമിത്തം വലിയ ധനലാഭം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 9. ഇവർ ഭദ്രകാളിയെയോ മുരുകനെയോ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവിധ സൗഭാഗ്യവും വന്നു ചേരുന്നതാണ്. അടുത്തതായി രോഹിണി നക്ഷത്രക്കാർ. രോഹിണി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ദുഃഖങ്ങൾ മാറി പുതിയൊരു തുടക്കം ഈ സമയത്ത് ഉണ്ടാകും. 10ാം ഭാവത്തിൽ ബിസിനസിന്റെ കാരകനായ ബുധനും ഒപ്പം ചൊവ്വയും രാഹുവും നിൽക്കുന്നതിനാൽ വിദേശത്തു നിന്നും ഏറെ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കടങ്ങളെല്ലാം വീട്ടി നല്ല രീതിയിൽ ജീവിക്കാൻ അവസരം കൈവരും. 11ാം ഭാവത്തിലെ സൂര്യന്റെയും ശനിയുടെയും ഗുളികന്റെയും യോഗം നിമിത്തം അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടയാകും. ധനയോഗം ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളൊരു നക്ഷത്രമാണിത്. രോഹിണി 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ബമ്പർ ഭാഗ്യം ഇവരെ കടാക്ഷിക്കാൻ സാധ്യത ഏറെയാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ 2. ഇവർ ഉപാസനാമൂർത്തിയായ വിഷ്ണുവിനെയോ ദുർഗയെയോ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നക്ഷത്രദോഷങ്ങൾ അകന്ന് ജീവിതത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നതാണ്. അടുത്തതായി തിരുവോണം നക്ഷത്രക്കാർ. തിരുവോണം നക്ഷത്രക്കാർക്ക് പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിരുന്ന സമയമാണ് ഇതുവരെ. ഇവർ ചെയ്യുന്ന തൊഴിലിന് മാന്യമായ പ്രതിഫലം ലഭിക്കാതിരുന്നൊരവസ്ഥ അനുഭവിച്ചു വരികയായിരിക്കും ഇവർ. എന്നാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. 4ാം ഭാവത്തിലെ ശുക്രസ്ഥിതി ഇവർക്ക് വലിയ ധനസൗഭാഗ്യത്തിന് സാധ്യത ഒരുക്കും. അതിനാൽ തന്നെയും ഇവർക്ക് സമ്മർ ബമ്പർ അടിക്കാൻ സാധ്യതകൾ ഏറെയാണ്. മാർച്ച് 28ാം തീയതിയിലെ ചന്ദ്രന്റെ 7ാം ഭാവത്തിലെ സ്ഥിതി വളരെ സൗഭാഗ്യങ്ങൾക്കും നേട്ടത്തിനും വഴിയൊരുക്കും. മാത്രമല്ല 3ലെ സൂര്യശനി യോഗവും ഗുളിക യോഗവും നിമിത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത നേട്ടം ഫലമായി പറയാം. ഇവരുടെ ഭാഗ്യസംഖ്യ 2. ഇവർ മഹാവിഷ്ണുവിനെ നിത്യവും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദുരിതങ്ങൾ അകന്ന് അളവറ്റ സമ്പത്ത് കൈവരും. ഈ ഗോചരഫലത്തിനോടൊപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ്. ചില നക്ഷത്രക്കാർക്ക് ഒറ്റനോട്ടത്തിൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാമെങ്കിലും ഗ്രഹസ്ഥിതിയും ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ അവരുടെ ഭാഗ്യം ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യത്തെക്കാൾ ഒരൽപ്പം കുറഞ്ഞു നിൽക്കുന്നതായി കാണുന്നു. ഇതുവരെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. ഇനിയും നിങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചാനൽ ഇത്തരം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.